നമുക്ക് ഇന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ? പലപ്പോഴുമായിട്ട് കുട്ടികൾ എൻ്റെ അടുത്ത് പറയും, മേക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് പ്രൊഡക്റ്റ് ഇടുന്നു എന്നുള്ളത്. പക്ഷേ മേക്കപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകൾക്കുപരി കുറേ ഹിസ്റ്ററിയും ഒരുപാട് കൾച്ചറൽ റെഫറൻസസും ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യം തന്നെയാണ്, ഒരു ഇൻഡസ്ട്രി തന്നെയാണ് മേക്കപ്പ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ച് നമുക്കൊരു ചെറിയൊരു കഥ പറയാമെന്ന്. ഓക്കെ, ഇത് 2 വ്യക്തികളുടെ കഥയാണ്. ഇത് സംഭവിക്കുന്നത് കാനഡയിലാണ്, ടൊറോണ്ടോയിൽ 1984. നിങ്ങൾക്ക് കാനഡ എന്നും 2 വ്യക്തികളെന്ന് കേൾക്കുമ്പം ചില ആൾക്കാർക്കെങ്കിലും ക്ലിക്കായി കാണും ഞാൻ പറയുന്ന ബ്രാൻഡ് ഏതിനെ കുറിച്ചിട്ടാണ്. ഈ ബ്രാൻഡിൽ ഫസ്റ്റ് ആളുടെ പേര് ഫ്രാങ്ക് ടൊസ്കിൻ, രണ്ടാമത്തെ ആളുടെ പേര് ഫ്രാങ്ക് ആഞ്ചലോ. 2 പേരെയും ഫ്രണ്ട് പേരെന്ന് പറയുന്നത് ഫ്രാങ്ക് തന്നെയാണ്. അതിൽ ഫ്രാങ്ക് ടൊസ്കിൻ ഒരു ഫോട്ടോഗ്രാഫറാണ്, ഫ്രാങ്ക് ആഞ്ചലോ ഒരു സെലോൺ ഓൺ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇതിൽ ഫ്രാങ്ക് ടൊസ്കിൻ ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട്, എസ്പെഷ്യലി ഫാഷൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് സെലിബ്രിറ്റീസിനെയും അതുപോലെ കുറേ ഈ ഇൻഡസ്ട്രിയിൽ, ഹോളിവുഡ് ഇൻഡസ്ട്രിയിലൊക്കെ പ്രോമിനൻ്റ് ആയ മോഡൽസിനെയൊക്കെ ക്ലിക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. പലപ്പോഴുമായിട്ട് ആൾ ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത്, HD ഫോട്ടോഗ്രാഫി എടുക്കുന്ന സമയത്ത് ആൾക്ക് തോന്നാറുണ്ട്, മേക്കപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലോലെസ്നെസ് കുറവാണ്, പിഗ്മെൻസിന് ബോൾഡ്നെസ് കുറവാണ്, സ്കിന്നിൻ്റെ ആ ഒരു എഫക്റ്റ് കുറച്ച് ആ ഒരു മാറ്റ് ഫിൽറ്റേർഡ് എഫക്റ്റ് HD വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും കൊണ്ടുവരാൻ പറ്റുന്നില്ല പലപ്പോഴായിട്ട് മേക്കപ്പിന്. ഈ ഒരു റിക്വയർമെൻറ്റ് വന്നപ്പോൾ ഫ്രാങ്ക് ടൊസ്കിനും ഫ്രാങ്ക് ആഞ്ചലോയും ഇവർ 2 പേരും കൂട്ടിച്ചേർന്ന് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത വേൾഡ് ഓവർ എല്ലാവർക്കും അറിയപ്പെടുന്ന ബ്രാൻഡാണ് മാക് കോസ്മെറ്റിക്സ്. മാക് കോസ്മെറ്റിക്സ് എന്ന് ചോദിച്ചാൽ എല്ലാവരും വിചാരിക്കും എന്താണെന്നുള്ളത്. പലപ്പോഴും അതിൻ്റെ ഫുൾ ഫോം ആർക്കും അറിയില്ല. ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ മേക്കപ്പ് ആർട്ട് കോസ്മെറ്റിക്സ്. 1984 ടൊറോണ്ടോയിൽ ഫസ്റ്റ് സ്റ്റോർ ലോഞ്ച് ചെയ്യുന്നത്. അത് ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്ത് ഇത്രയും ബോൾഡ് പിഗ്മെൻസും ഇത്രയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള അന്നത്തെ കാലത്ത് വേറെ ബ്രാൻഡില്ല. അങ്ങനെ സെലബ്സ് വളരെയധികം അത് വൈഡ് സ്പ്രെഡായി അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വേൾഡ് ഓവർ ഒരു റെവല്യൂഷനൈസ് ചെയ്ത ഒരു ബ്രാൻഡാണ് മാക്. ഇന്ന് മാക് ഓൺ ചെയ്യുന്നത് എസ്റ്റേ ലോഡർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഓൾവേസ് റിമെയിൻ ആൻ ഐക്കോണിക് ഹിസ്റ്ററിയാണ് ശരിക്കും മാക് എന്ന ബ്രാൻഡ്. ഇതറിയാത്ത ഒരു മേക്കപ്പ് ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കും മാക് അറിയാത്ത വ്യക്തികളില്ല. സോ ഇന്ന് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ ബ്രാൻഡ് മാക്, ഇതിൻ്റെ ഒരു കുഞ്ഞു ഹിസ്റ്ററിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ.